ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എൻ്റെ ഒരു പ്രഗ്നൻസി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. കിച്ചുവിൻ്റെ 10th റിസൾട്ടൊക്കെ വന്നു. നല്ല അടിപൊളി കേട്ടെ കൂതി വരുന്നു. ഇപ്പം ഞാൻ 28th വീക്കിലാണുള്ളത് പ്രഗ്നൻസിയുടെ. ഇപ്പോൾ കഴിഞ്ഞ മൺഡേ ആയിരുന്നു ലാസ്റ്റ് ചെക്കപ്പ്. ഇനി 2 വീക്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് 30 വീക്സിനാണ് അടുത്ത ചെക്കപ്പ് വരുന്നത്. അപ്പം ഈ 28 വീക്ക് വരെ വേറെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് പോകുന്നു. ആദ്യമൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ ലൈക്ക് വൊമിറ്റിങ് അങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ ഇതുവരെ വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. അപ്പം മോർണിംഗ് ഇപ്പോൾ ഐൽജുൻ്റെ വീട്ടിലാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്, കാരണം അവിടെ കിടക്കുമ്പോൾ ലേറ്റാവും. എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ചധികം നേരത്തെ എണീക്കും. അപ്പം ഇന്ന് ഏകദേശം സമയം ഒരു 6:37 ആയി. ഞാൻ എണീറ്റു. അപ്പോൾ മോർണിംഗ് എണീറ്റ് ഫസ്റ്റ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് മരുന്ന് കഴിക്കുക, ലൈക്ക് തൈറോയിഡിൻ്റെ പാൻറ്റോപ്പ് എമിസെറ്റ്. അപ്പോൾ ഇപ്പം 5th മന്ത് സ്കാൻ കഴിഞ്ഞപ്പോഴത്തേക്കും 5th മന്ത് ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തൈറോയ്ഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ലൈക്ക് ചെറിയൊരു ഇതിൽ തൈറോയ്ഡ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ അതിന് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ മോർണിംഗ് തൈറോയിഡിൻ്റെ ടാബ്ലറ്റും ഗ്യാസിൻ്റെയും വൊമിറ്റിങ്ങിൻ്റെയും ടാബ്ലറ്റുമാണ് എടുക്കുന്നത്. ഞാൻ വൊമിറ്റിങ്ങും ഗ്യാസും ഇതുവരെ നിർത്തിയിട്ടില്ല. ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അപ്പോഴും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ വൊമിറ്റ് ചെയ്തായിരുന്നു. സോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ വളകാപ്പ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. നിങ്ങളതൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു, എന്നെ എൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഫ്രഷ് ആവുന്നതും ഒക്കെ ഈ ഒരു മരുന്ന് കഴിക്കൽ പരിപാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഇനി കുറച്ച് നേരം ഞാൻ ഇവിടെ ഇങ്ങനെ ഇച്ചിരി നേരം ഒന്ന് നടക്കും രാവിലെ. ഇവിടെ നല്ല രസമാണ് രാവിലെ നടക്കാൻ. ഇങ്ങനെ കിളിയുടെ ശബ്ദവും പിന്നെ നല്ലൊരു തണുത്തൊരു കാറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു സമയം വരെ നമുക്ക് തണുപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. കുറച്ചും കൂടെ കഴിയുമ്പോൾ അത്യാവശ്യം ചൂട് വന്നു തുടങ്ങും. എന്നാലും നേരത്തെ അത്ര ചൂടില്ല. ഇപ്പോൾ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സമ്മറൊക്കെ ഒന്ന് കഴിയാറായിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസമുണ്ട് കേട്ടോ. ഇന്നൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. ഇന്ന് നമ്മുടെ കിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയില്ല. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സ്പെഷ്യലാണ് കേട്ടോ ഇന്ന് കഴിക്കാനായിട്ട്. ഞാൻ ആക്ച്വലി മരുന്നെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 45 മിനിറ്റ്സ് കഴിയുമ്പോഴേ എനിക്ക് ഫുഡ് എടുക്കാൻ പറ്റുള്ളൂ. അതങ്ങനെയാണ്. 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ആദ്യം ഫുഡ് എടുക്കുന്നത്. അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ ഫ്രഷൊക്കെ ആയി ഇങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് റീൽസൊക്കെ നോക്കി അങ്ങനെ ആ ഒരു ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ആദ്യത്തെ ഫുഡ് എടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ കഴിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ആദ്യത്തെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിശന്ന് തുടങ്ങി. ഇപ്പോൾ അമ്മുമ്മ കുളിക്കാൻ പോകുന്നതിന് മുമ്പും എനിക്ക് 2 ആപ്പിളും പഴവും കഴിച്ചു. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഞാൻ കഴിക്കുമെന്ന്. ഇല്ല. അപ്പം ഞാനിന്ന് പഴം എടുക്കാം. അമ്മ എനിക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിളും പഴവും എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിലേത് വേണോ എനിക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ പഴം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം പഴം ആകുമ്പോൾ കുറച്ച് നേരത്തേക്ക് പിന്നെ വിശക്കത്തില്ല. ഹാപ്പി ബർത്ത്ഡേ. 17 വയസ്സായി. 17 വർഷം ജീവിക്കാൻ തുടങ്ങിയിട്ട്. 17 വയസ്സായടാ. കിച്ചുവിൻ്റെ 10th റിസൾട്ടൊക്കെ വന്നു.
നല്ല അടിപൊളി അടിപൊളി. ആക്ച്വലി ഞങ്ങൾ ഒരു ട്രിപ്പിൻ്റെ ഇടയിലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് കിച്ചുവിൻ്റെ റിസൾട്ട് വന്നത്. അമ്മ ഓടുന്നു, അയ്യോ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ റിസൾട്ടും ബർത്ത്ഡേയും ട്രിപ്പും എല്ലാം ഒരുമിച്ചായിരുന്നു. കുഴപ്പമില്ല, ജയിച്ചു. അഡ്മിഷനൊക്കെ ആയി +1 +1 അഡ്മിഷനായി. അവൻ സെൻറ്റ് മേരീസിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇനിയും കൊമേഴ്സാണ് എടുക്കുന്നത്. എൻ്റെ അനിയൻ എൻ്റെ പാത പിന്തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ സ്റ്റേറ്റ് ആയിരുന്നു, അവൻ CBSE ആയിരുന്നു ആണ്. ക്ലാസ് എപ്പോൾ തുടങ്ങും? ഇന്നലെ ഇപ്പോൾ അഡ്മിഷൻ എടുത്തല്ലോ. ഇനി ഈ മന്ത് 20th അവിടെ പോകണം. 20th പോകണം. ബാക്കി ഡീറ്റെയിൽസ് അറിയാം. അങ്ങനെ ഒരു ഹയർ സെക്കൻഡറി സ്റ്റുഡൻ്റായി. വാവ് ഗൈസ്, അടുത്ത ഫുഡിനുള്ള സമയമായി. ഇന്ന് നമ്മൾ റാഗി ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. റാഗി ദോശയും പുതിന ചട്നി. റാഗി ദോശയും പുതിന ചട്നിയാണ് കേട്ടോ കോമ്പിനേഷൻ. റാഗിയിൽ നല്ല നെയ്യൊക്കെ ഒഴിച്ച് അങ്ങനെ എന്താണ് വെക്കുന്നത്. ഇത് ആക്ച്വലി ഇന്ന് അമ്മമ്മയാണ് ഇട്ടത്, അതുകൊണ്ട് എന്തോ അളവ് തെറ്റിപ്പോയി. അളവല്ല, വെക്കുന്ന സമയം മാറിപ്പോയല്ലേ. 8 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് 8 മണിക്കൂർ അരയ്ക്കാൻ എന്തോ വെക്കണം. അപ്പം അത് ശരിയല്ല എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയായിരുന്നു. 8 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. 8 മണിക്കൂർ ഫ്രെയിമിങ് ഇത് നമ്മള് പുളിക്കാനേ അതിന് വെക്കണം. അത് ശരിയായില്ല. അപ്പം ടേസ്റ്റ് കാണൂലേ? കുഴപ്പമില്ലായിരിക്കും, എന്തായാലും തിന്നല്ലേ പറ്റും. ഇന്നലെ തൊട്ട് എനിക്ക് റാഗി ദോശ കഴിക്കാൻ കൊതിയായി. ആ ചമ്മന്തി ആയിട്ട് അമ്മ ആയിരിക്കണം. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ. ചമ്മന്തി അടിപൊളിയാണ്, കഴിച്ചിട്ട് പറയാം. ഞാൻ ചപ്പാത്തിൻ്റെ ആൽക്കറി. ചപ്പാത്തിൻ്റെ അൽക്കറി ആയിരുന്നു ഇന്നലെ രാത്രി. നീ എന്തിനാണ് ഉള്ളിയും വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എന്തോ സ്പെഷ്യൽ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമോ? ആരൊക്കെ വരും? എനിക്ക് ഇവരാരും അറിഞ്ഞൂടാ. ജഗനെ മാത്രമേ എനിക്കറിയാം. നവനീതിനെ ഞാൻ പണ്ടെങ്ങാണ്ടോ കണ്ടത്. അറിയാം. ദോശയും ചമ്മന്തി റെഡിയായി. ഞാൻ എന്തോ ടേസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് ആക്ച്വലി വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. പുതിന ചട്നി അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അരയ്ക്കുന്ന പുതിന വെച്ചിട്ടുള്ള ചട്നി. മറ്റ് കറക്റ്റ് ടൈമിന് ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ. ഇത് അത്രയും ക്രിസ്പി അല്ല, പക്ഷെ ഈ ചട്നീൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. റാഗി ദോശയുടെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അമ്മയുള്ളപ്പം ഞാൻ ഒരു വീഡിയോ ആയിട്ട് എടുത്തിടാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റാഗിയും ചെറുപയറും കൂടെ അരച്ചിങ്ങനെ ദോശ ഇടുന്നത്. ഇഷ്ടമാണെന്നതിനെക്കാട്ടിലും ഇറ്റ് ഈസ് ഹെൽത്തി. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ടാബ്ലറ്റ് കഴിക്കും കേട്ടോ. ഫുഡ് കഴിച്ച ഉടനെ അയൺ ടാബ്ലറ്റ് എടുത്താൽ അത് നേരെ ഇങ്ങ് പോരും. അപ്പം ഒരു ½ ആൻ അവർ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നത്. ഇത്രയും ടാബ്ലറ്റ്സ് കഴിക്കുന്നതിൽ എനിക്ക് ഒട്ടും സെറ്റാവാത്തൊരു ടാബ്ലറ്റ്, അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് റിയാക്ഷൻസ് കിട്ടുന്ന ടാബ്ലറ്റ് അയണിൻ്റെയാണ് കേട്ടോ. അതിങ്ങനെ അതിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ ഒരു കൈൻഡ് ഓഫ് വൃത്തിയുടെ സ്മെല്ലാണ്. എന്നൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നപ്പോൾ ഐൽജൻ്റെ അമ്മ വിളിച്ചു. അങ്ങനെ കുറച്ച് നേരം അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് ആക്ച്വലി ഞങ്ങളെല്ലാവരും കൂടെ ഒരു 2 ഡേ 3 ഡേ 3 ദിവസം ഒരു 3 ദിവസത്തെ ഒരു ചെറിയൊരു ട്രിപ്പിന് പോയിരിക്കുമായിരുന്നു. ഫസ്റ്റ് ദിവസം കോവളത്തായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം നമ്മൾ അമ്പൂരിയിൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് പോയിരുന്നില്ലേ ഒരു സ്റ്റെക്കേഷന്, അവിടെ തന്നെ നമ്മൾ പോയി. പിന്നെ അല്ലാതെ നമ്മൾ സഫാരി പാർക്കോ ബോട്ട് റൈഡ് അങ്ങനെയൊക്കെ കുറച്ച് ആക്ടിവിറ്റീസിനൊക്കെ പോയി. അന്ന് പോയപ്പോൾ റെയിൻ ഡാൻസിൽ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ റെയിൻ ഡാൻസ് ചെയ്തു. ഞാൻ പിന്നെ ആ സെയിം പ്ലേസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് വ്ളോഗ് എടുക്കാത്തത്. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലായിരുന്നു എല്ലാവരും 2-3 ദിവസം. പിന്നെ ഇന്നലെയൊക്കെ
ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഇന്ന് രാവിലെ വിളിച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു ഇന്നലത്തേക്ക്. എന്നിട്ട് ഞാൻ എന്താ ഇപ്പം കാണാമല്ലോ ആപ്പിൾ പീൽ ചെയ്യാണ്. ആപ്പിൾ പീൽ ചെയ്ത് അത് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എണ്ണ തേക്കാം കുളിക്കാനായിട്ട്. എണ്ണ തേച്ചിട്ട് റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പിൾ കഴിക്കാം. അപ്പോഴത്തേക്കും ഗുളികയുടെ ആ ഒരു എഫക്റ്റ് ഇച്ചിരി കുറയും. അമ്മ കിച്ചണിൽ ചിക്കനും പിന്നെ റൈസിന് വേണ്ടിയിട്ട് അരിയും ഇതാക്കുകയാണ്. അമ്മയ്ക്ക് കാവലെടുക്കുന്നവരൊരാണ്. ഇതെപ്പോൾ റെഡി ആവുമെന്ന് കാത്തിരിക്കുന്നു. ആ സ്മെല്ലടിച്ച് അതങ്ങനെ കിടക്കുവാണ്. അതുണ്ട്, അത് ആദ്യം അവൻ കഴിക്കും. അവനുള്ളത് ഫസ്റ്റ് അവൻ സേഫായിട്ട് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ നമുക്ക് വേണ്ടിയിട്ടുള്ളത് രണ്ടാമത്. അവൻ ഒരു 12:30 ഒക്കെ ആകുമ്പോൾ ആഹാരം കഴിക്കും. അവൻ്റെ ലഞ്ച് ആ സമയത്ത് അവൻ കഴിക്കണം. അത് കഴിഞ്ഞ് നമ്മളടുത്ത് 2-2:30 ആകുമ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെയും അവൻ കഴിക്കും. ഭയങ്കര പഞ്ച്വാലിറ്റിയാണ് ആ കാര്യങ്ങൾക്ക്. ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗൈസ്, ഒരടുപ്പിൽ ചിക്കൻ, ഒരടുപ്പിൽ എനിക്ക് തലയിൽ തേക്കാനുള്ള എണ്ണ തേക്കാൻ പോവാണ്. എനിക്ക് ഇന്ന് എണ്ണ തേച്ച് തരുന്നത്, ഇന്ന് ദേവും ഇല്ലാത്തതുകൊണ്ട് എണ്ണ തേച്ച് തരുന്ന കിച്ചുവാണ്. കാരണം അമ്മയ്ക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ. എന്താ ഇനി അടുത്ത കുറച്ച് സ്കിൻ കെയർ ടൈമാണ്. ആക്ച്വലി ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പം സ്കിൻ കെയർ ഒക്കെ ഒരു ഉഴപ്പ് മട്ടാണ്. മൂടുണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല, അങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് ഒന്നുമില്ല ഇപ്പോഴത്തെ സ്കിൻ കെയർ. കുറേ പ്രോഡക്റ്റ്സ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഒരു ടോണറും പിന്നെ മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് വിശാലമായിട്ട് പോയിരുന്നു ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരുങ്ങി നിൽക്കാം. പപ്പടം ചുടുന്നു, വെറൈറ്റി. എനിക്ക് പപ്പടം ചുട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞിയുടെ കൂടെ, ബിരിയാണിയുടെ കൂടെ. നിങ്ങളുടെ കിച്ചൺ എന്താ? അമ്മയ്ക്ക് വരാതെ ഇത് ഞാൻ കാണിച്ചില്ല എന്ന്. ഞാൻ ഗർഭിണിയായതിനോടനുബന്ധിച്ച് ഇവിടെ കിച്ചണൊക്കെ ഫുൾ റിനോവേറ്റ് ചെയ്ത് പുതുക്കി പണിതു. സാലഡ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് ഞാൻ വരുമ്പം എല്ലാം സെറ്റായിട്ടിരിക്കുമെന്ന്. ഇതെന്താ? നെയ്ച്ചോറ്. എനിക്കിതൊന്നും വെക്കാറിഞ്ഞൂടാ. നെയ്ച്ചോറ്. ചിക്കൻ ഞാൻ തുറന്ന് കാണിച്ചില്ല. ചിക്കൻ കറി. ഞാൻ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ ചിക്കൻ കറിയുടെ മണം അടിച്ചു. പക്ഷെ ഞാൻ ഇത് വേവണേന് മുമ്പ് കുറച്ച് കഴിച്ചിട്ടാണ് പോണത്. എനിക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ചിക്കൻ ബീഫൊക്കെ ഇങ്ങനെ വെന്ത് വരുമ്പോൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 1/2 കിലോ നിന്നില്ല, 4 കഷ്ണമാണ് കഴിച്ചത്. മിക്കവാറും ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം വാഴയിൽ വെച്ചിട്ടാണ് എനിക്ക് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ തരുന്നത് മിക്കവാറും. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ചിക്കൻ നെയ്ച്ചോറ്. ബിരിയാണി അല്ല, നെയ്ച്ചോറ്. പിന്നെ ഇത് രാവിലത്തെ നമ്മുടെ പുതിന ചമ്മന്തി. എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ജീന ചേച്ചിയാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ കാണിച്ചു തന്നത്. ചമ്മന്തി ഇങ്ങനെ ബിരിയാണിയിലൂടെ നെയ്ച്ചോറിലൂടെ കഴിക്കുന്നത്. അച്ചാർ, ചുട്ട പപ്പടം. ഇനി നമുക്ക് സാലഡും കൂടെ വരാനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇതാ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. അപ്പം ഞാനിനി നമ്മുടെ സോണി ലൈവിൽ മരണമാസം വന്നിട്ടുണ്ട്. അപ്പം മരണമാസമൊക്കെ കണ്ട് ഞാനിനി ആസ്വദിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പതിയെ കഴിക്കുള്ളൂ ഇപ്പോൾ. അല്ലെങ്കിൽ ഞാൻ പൊതുവേ ഫുഡ് അത് തുരുവാ വയ്ക്കട്ടെ, കൊതി വരുന്നു. അടിപൊളി, സൂപ്പർ. ചുട്ട പപ്പടം ഇത്ര പേർക്ക് ഇഷ്ടമുണ്ട്. എനിക്ക് ചുട്ട പപ്പടത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് വാഴയിലിൽ കഴിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ വാഴയിലിൽ ഫുഡ് കഴിക്കുന്നത് നല്ലതാണെന്ന് ഇവരെല്ലാവരും പറഞ്ഞു.
അപ്പോൾ ഞാനത് ഫോളോ ചെയ്തു, അത്രേ ഉള്ളൂ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ കിച്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു, കേക്കും എത്തി. സോ നമ്മളിതാ കിച്ചുവിൻ്റെ ബർത്ത്ഡേ കേക്ക് അവരോടൊപ്പം സെലിബ്രേറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. 10ാം ക്ലാസ് 90% മാർക്കോടെ 2 സെലിബ്രേഷൻ. കട്ട് ചെയ്തോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ വീട്ടിലെ പേരെന്നെ പറയണം. ഹാപ്പി ബർത്ത്ഡേ. ഇതൊക്കെ മാത്രമേ കഴിക്കാൻ. എന്റെ വരള് വരെ തിന്നാണ്. അവക്കും കൂടെ ഓർഡറാ. ചേച്ചിക്ക് കൂടെ അവന് നമ്മൾ ഗിഫ്റ്റൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈവനിങ് എൽജേണ് വന്നപ്പോൾ നമ്മൾ മൈജിയിൽ പോയി എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു അവനൊരു വാച്ച്, ഡിജിറ്റൽ വാച്ച് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഡിജിറ്റൽ വാച്ച് മേടിച്ചു. വീട്ടിലെത്തി അവന് കൊടുത്തു. ആക്ച്വലി വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ ഭയങ്കര ഹാപ്പിയായി. ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ചാണ് കേട്ടോ മേടിച്ചത്. സന്തോഷമായി അവന്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു പ്രഗ്നൻസി ജേർണിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ കിച്ചുവിൻ്റെ ബർത്ത്ഡേയും കൂടെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.